Now we'll move on to the Michaelis-Menten equation. As I've already mentioned, Michaelis-Menten hypothesis provides us a mathematical model for studying enzyme kinetics. അപ്പോൾ അത് നമുക്ക് ഓരോ വാല്യൂസ് ഓരോ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ we should have an equation, അല്ലെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ അതിന് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് Michaelis-Menten ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം, അല്ലാതെ എങ്ങനെ ആയിത്തീരുമെന്ന് നമുക്ക് നോക്കാം. Okay, so all of us know that in an enzyme catalyzed reaction നമ്മൾ നേരത്തെ പറഞ്ഞ അസംഷൻ ഒക്കെ അനുസരിച്ച് ഒരു സബ്സ്ട്രേറ്റ് ആണ് ഉണ്ടാവുക, ഒരു പ്രോഡക്റ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഈ ഒരു മോഡലിലെ അസംഷൻ പറഞ്ഞപ്പോൾ. അപ്പോൾ നമുക്കറിയാം an enzyme catalyzed reaction can be designated as follows, അല്ലെ ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. എന്താണ് എൻസൈം ഉണ്ട്, we will have an enzyme and it combines with a substrate, അല്ലെ. ഇനി എൻസൈം സബ്സ്ട്രേറ്റും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ഫോം ചെയ്യും? we'll get the enzyme substrate complex. enzyme substrate complex എന്ത് തരും നമുക്ക്? we'll get the enzyme and product. ഇനി once the enzyme substrate complex is formed, it has two fates. രണ്ട് ഫേറ്റ് ആണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഉള്ളത്. ഒന്നെങ്കിൽ it can move forward and give rise to enzyme and product, or it can go back or dissociate back to enzyme and substrate. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അതിന് ചെയ്യാം. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് കൂടിയാണ്? റിവേഴ്സിബിൾ ആണ് എന്നാണ് പറഞ്ഞത്. അതായത് enzyme substrate complex, once it is formed, it can dissociate back to enzyme and substrate. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുമുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി എപ്പോഴും ശ്രദ്ധിക്കണം, ബി ഷുവർ ടു പുട്ട് ഓൾ ഓഫ് ദീസ് ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്സ്. അപ്പോൾ എന്തിനാണ് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുന്നത്? സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദിസ് ഇസ് ദ കോൺസെൻട്രേഷൻ. അതിൻ്റെ കോൺസെൻട്രേഷൻ എന്താണോ അതിൻ്റെ അകത്തുള്ളത്, ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള സാധനത്തിൻ്റെ കോൺസെൻട്രേഷനെയാണ് ഇത് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കറിയാം ഓരോ റിയാക്ഷനും റേറ്റ് കോൺസ്റ്റൻസ് ഉണ്ട്, അല്ലേ? നമ്മൾ വെലോസിറ്റി അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ പറയുമ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് പറയാറുണ്ട്. നൗ ലെറ്റ്സ് അസൈൻ റേറ്റ് കോൺസ്റ്റൻസ് ഫോർ ദീസ് സ്റ്റെപ്സ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിന് നമുക്ക് റേറ്റ് കോൺസ്റ്റന്റ് അസൈൻ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ദ കോമ്പിനേഷൻ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് എൻസൈം വിത്ത് സബ്സ്ട്രേറ്റ്. അപ്പോൾ എന്താണ് അത് നമുക്ക് എന്ത് തരും? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് തരും. ലെറ്റ് ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ബി K1 എന്ന് നമുക്ക് എഴുതാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോർവേഡ് റിയാക്ഷന്റെ കാര്യമാണ് പറയുന്നത്. ഫോർവേഡ് റിയാക്ഷൻ എന്താണ്? ഇറ്റ് ക്യാൻ ഗിവ് റൈസ് ടു എൻസൈം ആൻഡ് ദ പ്രോഡക്റ്റ്. സോ അപ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് K2 ആയിട്ട് നമുക്ക് ഇടാം. ഇനി നമുക്കറിയാം എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന് എന്തിനുള്ള കഴിവും കൂടി ഉണ്ട്? പുറകിൽ ബാക്ക്വേർഡ് ആയിട്ട് പോയിട്ട് വീണ്ടും ഇറ്റ് ക്യാൻ ഡിസോസിയേറ്റ് ബാക്ക് ടു എൻസൈം ആൻഡ് ദ സബ്സ്ട്രേറ്റ്. അപ്പോൾ നമുക്ക് അത് ബാക്ക്വേർഡ് ആയതുകൊണ്ട് തന്നെ അതിനെ -1 എന്ന് നമുക്ക് വിളിക്കാം. K-1. K1ന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് പോകുന്നതുകൊണ്ട് നമുക്ക് K-1 എന്ന് വിളിക്കാം. അപ്പോൾ ഇതാണ് 3 സ്റ്റെപ്സും അതിൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്നും പറയുന്നത്. ഇനി നമുക്കറിയാം വെലോസിറ്റി ഓഫ് എ റിയാക്ഷൻ ഇസ് ഗിവൺ ബൈ വെലോസിറ്റി ഓഫ് ദ റിയാക്ഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഏത് റിയാക്ഷൻ ആണെങ്കിലും റേറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വെലോസിറ്റി, ദാറ്റ് ഇസ് V0 എന്ന് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെ? dA/dt എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലേ? അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് അതിനെ നമുക്ക് V0 എന്നും വിളിക്കാം. V0 എന്നാണ് നമ്മൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ V0 എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഫോർ എനി റിയാക്ഷൻ ദ വെലോസിറ്റി ഓർ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇസ് ഗിവൺ ബൈ പ്രോഡക്റ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഇൻ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും റേറ്റ് കോൺസ്റ്റന്റിനെ എങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുക? K വെച്ചിട്ടാണ്. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഇങ്ങനെ എഴുതും. സോ ഇതാണ് നമ്മുടെ വെലോസിറ്റി ഓഫ് എ പെർട്ടിക്കുലർ റിയാക്ഷൻ ദാറ്റ് ഇസ് ഗിവൺ ബൈ ദ പ്രോഡക്റ്റ് ഓഫ് this rate constant into concentration of reactant. അപ്പോൾ അത് ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഈ പെർട്ടിക്കുലർ കാര്യത്തിൽ ഈ നമ്മുടെ ഈ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ്റെ സ്റ്റെപ്സിലെ തന്നെ ഫോർമേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പ് നോക്കാം. അതാണല്ലോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഇസ് E+S വിൽ ഗിവ് യു ES. അതാണ് ഫോർമേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന്റെ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ വെലോസിറ്റി ഒന്ന് കണ്ടുപിടിച്ചാലോ, അല്ലെ അതിന്റെ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഫോർമേഷൻ ഓഫ് enzyme substrate complex. അതെങ്ങനെ? അതിന്റെ വെലോസിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? V0 is equal to ആ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്താണത്? K1 ആണ്, അല്ലേ? K1 into റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റ് അതെന്തൊക്കെയാണ്? എൻസൈം into concentration of the substrate. Okay, so this will give you the velocity of formation of enzyme substrate complex. Now enzyme substrate complex, as we have already mentioned, is an intermediate. അതൊരു intermediate ആണ്. കുറച്ച് കഴിയുമ്പോൾ അത് ഡിസോസിയേറ്റ് ചെയ്ത് പോകും. ഒന്നെങ്കിൽ ബാക്കിലേക്ക് ഡിസോസിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് ഡിസോസിയേറ്റ് ചെയ്യാം. ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് എന്ന് പറഞ്ഞത് ഡയറക്ഷൻ ആണ് ഉദ്ദേശിച്ചത്. ഒന്നെങ്കിൽ
തിരിച്ച് അതിന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആയിട്ട് പോവാം, അല്ലെങ്കിൽ അതിന് ഫോർവേഡ് ആയിട്ട് പോയിട്ട് എൻസൈമും പ്രോഡക്റ്റും നമുക്ക് തരാം. അപ്പോൾ രണ്ട് രീതിയിൽ അതിനെ ഡിസോസിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് ഇതൊരു ഇന്റർമീഡിയറ്റ് ആയത് കാരണം ദ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആസ് സച്ച് കനോട്ട് ഡിറ്റർമൈൻ ദ റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ ഡയറക്ട്ലി. അതിന് ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ്റെ റേറ്റിനെയോ വെലോസിറ്റിയോ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ പകരം നമ്മൾ ഈ പറയുന്ന ഈ വെലോസിറ്റി ഇക്വേഷനിൽ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്താൻ പോവാണ്. നമ്മുടെ ഈ എൻസൈം എന്ന് പറയുന്ന എൻസൈം കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നതിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതാൻ പോവാണ്. അപ്പോൾ ഈ എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ആ മീഡിയത്തിൽ എന്തോരം എൻസൈം ഫ്രീലി അവൈലബിൾ ആണ് എന്നുള്ളതായിട്ടാണ് നമ്മൾ ഇതിനെ മാറ്റി എഴുതാൻ പോകുന്നത്. ഓക്കെ, ദ എൻസൈം ദാറ്റ് ഇസ് ഫ്രീലി അവൈലബിൾ അറ്റ് ദിസ് ഇൻസ്റ്റന്റ്. ഏത് ഇൻസ്റ്റന്റിലാണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്ന ആ സമയത്ത് ആ മീഡിയത്തിൽ എന്തോരം ഫ്രീ എൻസൈംസ് പ്രസന്റ് ആണ് എന്നുള്ളതായിട്ടാണ് നമ്മൾ ഇവിടുത്തെ കോൺസെൻട്രേഷൻ ഓഫ് എൻസൈമിനെ മാറ്റി എഴുതാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ എന്താണ് ഈ ഫ്രീലി അവൈലബിൾ എൻസൈം കൊണ്ട് ഉദ്ദേശിക്കുക? നമ്മൾ എൻസൈമും സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ ഒരു മീഡിയത്തിലേക്ക് എൻസൈം അവിടെ ഉണ്ട്, അതിലേക്ക് നമ്മൾ അതിൻ്റെ സബ്സ്ട്രേറ്റ് ഇട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ മീഡിയത്തിലേക്ക് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ സബ്സ്ട്രേറ്റ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ഗോ ആൻഡ് ബൈൻഡ് ടു ദ ആക്റ്റീവ് സൈറ്റ്സ് ഓഫ് എൻസൈം. ആക്റ്റീവ് സൈറ്റിലേക്ക് പോയി ബൈൻഡ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എല്ലാ ആക്റ്റീവ് സൈറ്റ്സും ഒക്യുപ്പൈഡ് ആയിരിക്കില്ല. ഓക്കെ, കുറച്ചൊക്കെ മാത്രമേ ഒക്യുപ്പൈ ചെയ്യത്തുള്ളൂ. ആക്റ്റീവ് സൈറ്റ് ചില ആക്റ്റീവ് സൈറ്റ്സ് മാത്രമേ ഒക്യുപ്പൈ ചെയ്യത്തുള്ളൂ, ബാക്കിയെല്ലാം എന്താണ്? ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിനെയാണ് ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്ന സമയത്ത് ഫ്രീലി അവൈലബിൾ എൻസൈം എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെയാണ്. അതായത് ആക്റ്റീവ് സൈറ്റിൽ സബ്സ്ട്രേറ്റ് ഒന്ന് ബൈൻഡ് ചെയ്യാതെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന എൻസൈം എന്തോരം ഉണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഫ്രീലി അവൈലബിൾ എൻസൈം കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ അതെങ്ങനെ ഇനി കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി. ഈ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഈ മീഡിയത്തിൽ എന്തോരം എൻസൈം ഉണ്ടായിരുന്നു, അതായത് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻസൈം അവിടെ തന്നെ ഉണ്ട്, ഫ്രീ അല്ല എന്നല്ലേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് എൻസൈം എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. അതെന്താണ്? ഇ ടി എന്നാണ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എമൗണ്ട് ഓഫ് എൻസൈം ഇൻ ദ മീഡിയത്തിൽ എന്തോരം എൻസൈം ടോട്ടലായിട്ട് പ്രസന്റ് ആണ്, മൈനസ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കാനായിട്ട് എന്തോരം എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ് കമ്പൈൻ ചെയ്തു. അപ്പോൾ ഈ ഒരു സാധനമാണ് ദിസ് വിൽ ഗിവ് യു ദ amount of freely available enzyme at this particular instant, at which instant? During the formation of enzyme substrate complex. Okay, അപ്പോൾ ഈ ഒരു എൻസൈം നമ്മൾ ഈ റേറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി ഈക്വൽ ടു K1 പ്രോഡക്റ്റ് ഓഫ് എൻസൈം ആൻഡ് സബ്സ്ട്രേറ്റ് എന്ന് എഴുതിയേക്കുന്നിടത്ത് ആ എൻസൈമിനെ നമ്മൾ ഈ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. therefore ഈ ഇക്വേഷൻ എങ്ങനെ വരും? V0 is equal to K1 into എന്താണ്? ET മൈനസ് ES ഇൻറ്റു ബാക്കി എന്താ അവിടെ ഉണ്ടായിരുന്നു? എസ് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? K1 ഇൻറ്റു ET ഇൻറ്റു ES സോറി ET ഇൻറ്റു S മൈനസ് ES ഇൻറ്റു S ഇങ്ങനെ വരും അല്ലേ? അപ്പോൾ ഇതാണ് എന്താ ഫോർമേഷൻ ഓഫ് ഇ എസിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ റേറ്റ്. ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഇ എസ് ഇസ് ഗിവൺ ബൈ K1 ഇൻറ്റു ET ഇൻറ്റു S മൈനസ് ES ഇൻറ്റു S. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് ഫ്രം ദ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. അപ്പോൾ ആ രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ റേറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? നമ്മളിപ്പോൾ പറഞ്ഞത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ കാര്യം എന്താണ്? രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് ആണ്. ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ്, അതിൻ്റെ വെലോസിറ്റി എങ്ങനെ നമുക്ക് എഴുതാം? അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗിവൺ ബൈ ആ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു ആ റിയാക്ഷൻ്റെ റിയാക്റ്റൻ്റ് അല്ലേ? അപ്പോൾ ആ റിയാക്ഷൻ്റെ സെക്കൻഡ് റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് നമ്മൾ എന്തായിട്ടാണ് ഡെസിഗ്നേറ്റ് ചെയ്തത്? വി ഹാവ് അസൈൻഡ് ഇറ്റ് ആസ് K2 എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻ്റ്. എന്തായിരുന്നു നമ്മുടെ റിയാക്റ്റൻ്റ്? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആണ് നമ്മുടെ റിയാക്റ്റൻ്റ് ആ റിയാക്ഷനിൽ അല്ലേ? നമുക്ക് ഈ റിയാക്ഷനെ അല്ലെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് പറയാം. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ നമ്മൾ ഫോർമേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിൻ്റെ റേറ്റ് അല്ലെ വെലോസിറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ നമ്മൾ ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റിൻ്റെ വെലോസിറ്റിയും കണ്ടു കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന് രണ്ട് ഫേറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഡിസോസിയേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന ആ ഒരു സ്റ്റെപ്പിലേക്ക് നോക്കാം. ഇനി ഡിസോസിയേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ രണ്ട് സ്റ്റെപ്പുകൾ നടക്കാമെന്ന് പറഞ്ഞു. either it can dissociate forward to give the product or it can dissociate backward to give the enzyme and സബ്സ്ട്രേറ്റ്. രണ്ട് കാര്യങ്ങൾ, രണ്ട് ഫേറ്റ് ആണുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡിസോസിയേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ രണ്ട് ആസ്പെക്റ്റും കൂടെ കൺസിഡർ ചെയ്യണം.
അപ്പോൾ വിൽ ഹാവ് ടു ടേക്ക് ദ സം ഓഫ് ദീസ് ടു റിയാക്ഷൻസ്, ഫോർവേഡ് റിയാക്ഷൻ്റെ വെലോസിറ്റിയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ വെലോസിറ്റിയും, ബാക്ക്വേർഡ് ഡിസോസിയേഷൻ്റെ വെലോസിറ്റിയും കൂടെ നമ്മൾ ആഡ് അപ്പ് ചെയ്യണം വെൻ വി ആർ കൺസിഡറിങ് ഡിസോസിയേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ ഡിസോസിയേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഡിസോസിയേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും ഫോർവേഡ് റിയാക്ഷൻ്റെയും വെലോസിറ്റിയുടെ സം എടുക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ബാക്ക്വേർഡ് റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. വി സീറോ ഇസ് ഈക്വൽ ടു എന്താണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റിയാക്ഷൻ കോൺസ്റ്റന്റ് എന്തായിരുന്നു, റേറ്റ് കോൺസ്റ്റന്റ് എന്തായിരുന്നു, കെ മൈനസ് വൺ ആണ്, കെ മൈനസ് വൺ. അപ്പോൾ ഈ രണ്ട് ഡയറക്ഷനിലേക്കുള്ള റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും റിയാക്റ്റന്റ് എന്ത് തന്നെയാണ്, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് തന്നെയല്ലേ. അപ്പോൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന്റെ കോൺസെൻട്രേഷൻ പ്ലസ് എന്തും കൂടി കൺസിഡർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു, ഫോർവേഡ് റിയാക്ഷനും കൂടി കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. സോ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് എന്താണ്, കെ ടു ഇൻറ്റു enzyme substrate complex, that will be the reactant for that step also അല്ലേ. ആ സ്റ്റെപ്പിലും അതേ റിയാക്റ്റന്റ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ഡിസോസിയേഷൻ ഓഫ് ഇ എസ്. അപ്പോൾ നമുക്ക് ഈ റേറ്റ് കോൺസ്റ്റന്റിനെ എല്ലാം ഒരുമിച്ച് എഴുതിയാലോ, ദാറ്റ് ഇസ് കെ മൈനസ് വൺ പ്ലസ് കെ ടു ഇൻറ്റു ഇ എസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ റേറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ES എന്ന് പറയുന്നത്, where we are considering both dissociation in both direction. Either it can go back and dissociate to enzyme and substrate, or it can dissociate to form the enzyme and product. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി അറ്റ് ഇക്ലിബ്രിയം എന്ന് പറയുന്ന കണ്ടീഷനിൽ എന്ത് സംഭവിക്കും, equilibrium condition rate of dissociation of ES will be equal to rate of formation of ES. എന്നാൽ മാത്രമല്ലേ അവിടെ equilibrium വരത്തുള്ളൂ. Rate of dissociation will be equal to rate of formation of ES. അപ്പോൾ നമുക്ക് ഈ രണ്ട് റിയാക്ഷനും ഒന്ന് നോക്കിയാലോ, നമുക്ക് നേരത്തെ എഴുതിയ രണ്ട് കാര്യങ്ങളൊന്ന് കമ്പൈൻ ചെയ്താലോ. നമ്മൾ ആദ്യം ഫോർമേഷൻ ഓഫ് ES നോക്കി, അതിനുശേഷം നമ്മൾ ഡിസോസിയേഷൻ ഓഫ് ESന്റെ റിയാക്ഷനും ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഡിസോസിയേഷൻ അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു, ഡിസോസിയേഷൻ ഓഫ് ES will be equal to rate of dissociation of ES will be equal to rate of formation of ES. അപ്പോൾ rate of dissociation of ES നമ്മുടെ കയ്യിലുണ്ട്, അത് നമുക്ക് എഴുതാം. എന്താണത്, ഇപ്പോൾ നമ്മൾ എഴുതിയ കാര്യമാണ്, ദാറ്റ് ഇസ് കെ മൈനസ് വൺ പ്ലസ് കെ ടു ഇൻറ്റു ഇ എസ് വിൽ ബി ഈക്വൽ ടു എന്താണ്, ഫോർമേഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കെ വൺ ഇൻറ്റു ഇ ടി, നമ്മൾ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ, ഇ ടി ഇൻറ്റു എസ് മൈനസ് ഇ എസ് ഇൻറ്റു എസ്. സോ ഇതാണ് നമ്മുടെ എന്താണ് ഇക്വിലിബ്രിയം കണ്ടീഷനിലെ ഒരു സ്റ്റെപ്പ് എഴുതിയാൽ ഇങ്ങനെ ഇരിക്കും. എന്താണത്, ദാറ്റ് ഇസ് നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്തേക്കുന്നത്, വി ഹാവ് ഇക്വേറ്റഡ് റേറ്റ് ഓഫ് ഡിസോസിയേഷൻ ഓഫ് ഇ എസ് ടു റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഇ എസ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാ കോൺസ്റ്റന്റിനെയും ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് സംഭവിക്കും, കെ മൈനസ് വൺ പ്ലസ് കെ ടു ഡിവൈഡഡ് ബൈ കെ വൺ. ഇതാണ് നമ്മൾ കോൺസ്റ്റന്റിനെ ഇപ്പുറത്തോട്ട് എഴുതിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യം. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു എങ്ങനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം, ഇ ടി ഇൻറ്റു എസ് മൈനസ് ഇ എസ് ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ വാട്ട്, ഇ എസ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം, കെ മൈനസ് വൺ പ്ലസ് കെ ടു ഡിവൈഡഡ് ബൈ കെ വൺ ഈക്വൽ ടു എന്തായിരുന്നു, ഇ ടി ഇൻറ്റു എസ് മൈനസ് ഇ എസ് ഇൻറ്റു എസ്. രണ്ട് സ്ഥലത്തും ഇ എസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുവാണ്, ഇ എസ് ഇവിടെയും ഡിവൈഡഡ് ബൈ ഇ എസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഇത് രണ്ടും ക്യാൻസൽ ഔട്ട് ചെയ്യും അല്ലേ, ഇത് രണ്ടും ഇവിടെ ക്യാൻസൽ ഔട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്കി എന്തുണ്ട്, ഈക്വൽ ടു ഇ ടി ഇൻറ്റു എസ് ബൈ ഇ എസ് മൈനസ് എസ് എന്ന് മാത്രമായി നമുക്ക് ഉള്ളൂ അല്ലേ. ഇനി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ്, അതായത് നമ്മുടെ ഈ കോൺസ്റ്റൻസ് എല്ലാം കൂടി ഇരിക്കുന്ന ഈ ലെഫ്റ്റ് സൈഡിനെ നമുക്ക് തൽക്കാലം കെ എം എന്ന് ഡിനോട്ട് ചെയ്യാം. കെ എം എന്ന് പറയുന്നത് മിക്കാലിസ് കോൺസ്റ്റന്റ് ആണ്. സോ കെ എം ഈക്വൽ ടു ഇ ടി ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് എസ്. ഇനി ഈ എസിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാലോ, അപ്പോൾ എന്ത് സംഭവിക്കും, കെ എം പ്ലസ് എസ് ആകും അല്ലേ, ഈക്വൽ ടു ഇ ടി ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ വാട്ട്,
ES. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് ESന്റെ ടേംസിലേക്ക് എഴുതിയാലോ? ESന്റെ ടേംസിലേക്ക് എഴുതുമ്പോൾ എന്ത് സംഭവിക്കും? ES ഈക്വൽ ടു ET ഇൻറ്റു S ഡിവൈഡഡ് ബൈ KM പ്ലസ് S എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനിലേക്കാണ് നമ്മൾ വരുന്നത്. ഇനി നമുക്ക് ഇതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? ഇതിനെ നമുക്ക് ഇക്വേഷൻ 2 ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാം. നമുക്ക് ഓൾറെഡി ഇക്വേഷൻ 1 ഉണ്ട്. അത് ഓർക്കണം. ഇനി നമ്മുടെ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്ക് ഇവിടെ ഉണ്ട് നമ്മുടെ ഇക്വേഷൻ 1 അല്ലേ? V0 ഈക്വൽ ടു K2 ഇൻറ്റു ES എന്നായിരുന്നു നമ്മുടെ ഇക്വേഷൻ 1. അപ്പോൾ ഈ ഇക്വേഷൻ 1ലേക്ക് നമ്മൾ ഇക്വേഷൻ 2നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ 1 എന്തായിരുന്നു? V0 ഈക്വൽ ടു K2 ഇൻറ്റു ES എന്നായിരുന്നു അല്ലേ? ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് ഫ്രം ES ആ സ്റ്റെപ്പിന്റെ വെലോസിറ്റി ആയിരുന്നു ഇത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. അപ്പോൾ അത് എന്തായിട്ട് മാറും? V0 is equal to K2 into what? ES എന്നുള്ളിടത്ത് നമ്മൾ ഇത് ഫുള്ള് ഇട്ട് കൊടുക്കുകയാണ്. എന്താണ്? ET into S divided by KM plus S. അപ്പോൾ നമ്മൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനെ നമുക്ക് ഇക്വേഷൻ 3 ആയിട്ട് വിളിക്കാം. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ 3 കിട്ടിയത് എങ്ങനെയാണ്? ഇക്വേഷൻ 2 ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എൻസൈം ആക്ടിവിറ്റീനെ പല ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ഇറ്റ്. നമ്മൾ കുറേ ഗ്രാഫ്സ് ഒക്കെ പഠിക്കുന്നതാണ് അല്ലേ? അപ്പോൾ pH ക്യാൻ ഓൾസോ ഹാവ് എൻ എഫക്റ്റ് ഓൺ എൻസൈം ആക്ടിവിറ്റി, ടെമ്പറേച്ചർ ക്യാൻ ഹാവ് എൻ എഫക്റ്റ് ആൻഡ് ആസ് വെൽ as സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ക്യാൻ ഓൾസോ ഹാവ് എൻ ഇഫക്റ്റ് ഓൺ ദ എൻസൈം ആക്ടിവിറ്റി അല്ലെ വെലോസിറ്റി ഓഫ് എൻസൈം ആക്ഷൻ അല്ലേ? നമ്മളത് പണ്ടുപോലെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രാഫിനെ നമുക്ക് ഒന്ന് വരച്ച് നോക്കാം. സോ ഇപ്പോൾ ഹിയർ എക്സ് ആൻഡ് വൈ ആർ ഷോൺ. അപ്പോൾ വൈ ആക്സിസിൽ ഇഫ് വി ടേക്ക് ദി വെലോസിറ്റി in y-axis and in x-axis we can take the substrate concentration of substrate in x-axis. അപ്പോൾ നമ്മൾ ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ആയിരിക്കും. ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിന്റെ കാരണം എന്താണ്? നമുക്കറിയാം ആസ് വി ഗോ ഓൺ ആഡിങ് സബ്സ്ട്രേറ്റ് ദ എൻസൈം ആക്ടിവിറ്റി ഇൻക്രീസസ് ആൻഡ് റീച്ചസ് അറ്റ് എ പീക്ക് ഓഫ് ഇറ്റ്സ് ആക്ടിവിറ്റി അല്ലെ? ഒരു മാക്സിമം ആയിട്ടൊരു സ്ഥലത്ത് വെലോസിറ്റി എത്തുകയാണ് അല്ലെ? എൻസൈം ആക്ടിവിറ്റി മാക്സിമം ആയിട്ടൊരു സ്ഥലത്ത് എത്തുകയാണ്. അതിന് ശേഷം നമ്മൾ എന്തോരം സബ്സ്ട്രേറ്റ് ആഡ് ചെയ്താലും ഇറ്റ് ഇസ് ഓഫ് നോ യൂസ്. കാരണം എന്താ? ഇവിടെ നമുക്ക് ഈ ഗ്രാഫിൽ തന്നെ മനസ്സിലാവും. ഇവിടെ ഈ ഗ്രാഫ് പ്ലാറ്റോ ചെയ്യുകയാണ് അല്ലെ? പിന്നെ കോൺസെൻട്രേഷൻ കൂട്ടിയാലും നമുക്ക് ഒന്നും ആക്ടിവിറ്റി ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ എന്താണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്? അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യം നമ്മൾ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിലോട്ട് ചെന്ന എൻസൈം സബ്സ്ട്രേറ്റ് പോയി ബൈൻഡ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. സോ അപ്പോഴും ദർ വിൽ ബി ഫ്രീ എൻസൈം ഓർ ആക്റ്റീവ് സൈറ്റ്സ് ദെയർ. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു ഇക്വേഷനിൽ അവൈലബിൾ ഫ്രീ എൻസൈം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ലൈക്ക്വൈസ് നമ്മൾ ആസ് വി ഗോ ഓൺ ആഡിങ് ദ സബ്സ്ട്രേറ്റ് ഓരോ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസും ചെന്നിട്ട് ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അറ്റ് സം പോയിന്റ് അപ്പോൾ ആ ബൈൻഡ് ചെയ്യുന്നതോട് കൂടെ ഒപ്പം തന്നെ എൻസൈം ആക്ടിവിറ്റിയും കൂടുന്നുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ടാണ് വെലോസിറ്റി ഇങ്ങനെ പീക്ക് ചെയ്യുന്നത്. പക്ഷേ ആസ് വി മൂവ് ഓൺ ഓർ ഗോ ഓൺ ആഡിങ് സബ്സ്ട്രേറ്റ് എന്ത് സംഭവിക്കും? ഏറ്റവും എല്ലാ സബ്സ്ട്രേറ്റും ചെന്ന് ബൈൻഡ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന എൻസൈം വെൻ ദി എൻസൈം ഗെറ്റ്സ് സാച്ചുറേറ്റഡ് വിത്ത് ദി സബ്സ്ട്രേറ്റ് പിന്നെ സബ്സ്ട്രേറ്റിന് ബൈൻഡ് ചെയ്യാൻ പിന്നെ എന്തൊരു സബ്സ്ട്രേറ്റ് ആഡ് ചെയ്താലും അവിടെ ബൈൻഡ് ചെയ്യാനായിട്ട് ആക്റ്റീവ് സൈറ്റ് ഫ്രീ അല്ല അല്ലേ? എല്ലാ ആക്റ്റീവ് സൈറ്റിലും സബ്സ്ട്രേറ്റ് പോയി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തോരം ആഡ് ചെയ്താലും അതൊന്നും അവിടെ പോയി ബൈൻഡ് ചെയ്യില്ല. അതുകൊണ്ട് ഈ ഫർദർ അഡീഷൻ വിൽ നോട്ട് ഹാവ് എനി ഇഫക്റ്റ് ഓൺ ദി എൻസൈം ആക്ടിവിറ്റി ഓർ വെലോസിറ്റി ഓഫ് ദി എൻസൈം ആക്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാറ്റോ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വി മാക്സ്. Vmax. So uh, this is the velocity, maximal velocity exhibited by this particular enzyme. അത് ഓരോ എൻസൈമിനും വ്യത്യസ്തമായിരിക്കും. എന്തായാലും കാര്യം ഇത്രയേ ഉള്ളൂ. സബ്സ്ട്രേറ്റ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും തോറും ആക്ടിവിറ്റി കൂടും. പക്ഷേ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ further addition of substrate will have no effect on the enzyme activity or velocity of the enzyme action. അപ്പോൾ ആ ഒരു മാക്സിമൽ ആക്ടിവിറ്റി അല്ലെ വെലോസിറ്റി കാണിക്കുന്ന ആ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് Vmax എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ? എല്ലാ ആക്റ്റീവ് സൈറ്റും എല്ലാ ആക്റ്റീവ് സൈറ്റിലും പോയി സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്രീ ആയിട്ട് ഒരു ആക്റ്റീവ് സൈറ്റും ഇല്ല. അതുകൊണ്ടാണ് ഈ ഒരു ആക്ടിവിറ്റി ഇവിടെ കാണിക്കുന്ന മാക്സിമൽ ആക്ടിവിറ്റി ആയിട്ട് അവിടെ നിൽക്കുന്നത്. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് തിരിച്ചു പോകാം. നമ്മൾ എന്താണ് പറഞ്ഞു നിർത്തിയത്? നമ്മൾ ഇക്വേഷൻ 3 ആണ് പറഞ്ഞു നിർത്തിയത്. അപ്പം എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ 3 എന്ന് പറയുന്നത്?
ഇക്വേഷൻ 3 എന്ന് പറയുന്നത് V0 is equal to നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയതാണ് അല്ലേ. V0 is equal to K2 into ET into S divided by Km plus S എന്നായിരുന്നു നമ്മുടെ ഇക്വേഷൻ. So this was our equation and we named this equation as 3 അല്ലേ. തേർഡ് ഇക്വേഷൻ ആണ് പറഞ്ഞത്. ഇനി കൺസിഡർ എ സിറ്റുവേഷൻ വേർ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇസ് ദ ഹയസ്റ്റ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിൽ എത്തി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ എൻസൈം ആക്ടിവിറ്റിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, മാക്സിമൽ ആവുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ഗ്രാഫിലൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ V0 എന്ന് പറയുന്നത് V0 ബിക്കംസ് ഈക്വൽ ടു വി മാക്സ് അല്ലേ. V0 എന്ന് പറയുന്നത് Vmax തന്നെ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ Vmax എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ നമുക്കറിയാം ET നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ET ഈസ് ഈക്വൽ ടു ES. എന്തുകൊണ്ടാണ് ETയും ESഉം ഇങ്ങനെ ആവുന്നത്, ഈക്വൽ ആവുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു ആസ് വി ഗോ ഓൺ ആഡിങ് സബ്സ്ട്രേറ്റ് എന്ത് പറ്റും, നമ്മുടെ എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് ഈ പറയുന്ന സബ്സ്ട്രേറ്റ് എല്ലാം ചെന്ന് ബൈൻഡ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അല്ലെ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ സബ്സ്ട്രേറ്റ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്താ സംഭവിക്കുക, എല്ലാ സബ്സ്ട്രേറ്റും കൂടെ പോയിട്ട് ഫ്രീ ആയിട്ട് ഉള്ള എല്ലാ ആക്റ്റീവ് സൈറ്റിലും പോയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദി എൻസൈംസ് ആക്റ്റീവ് സൈറ്റ് വിൽ ഗെറ്റ് സാച്ചുറേറ്റഡ് വിത്ത് ദ സബ്സ്ട്രേറ്റ്. അതുകൊണ്ടാണ് ഫർദർ ആയിട്ട് ഉള്ള അഡീഷൻ നടന്നാലും Vmax അല്ലെ വെലോസിറ്റിക്ക് യാതൊരു മാറ്റവും ഉണ്ടാവാതെ Vmaxൽ തന്നെ നിൽക്കുന്നത്. ഇനി അപ്പോൾ നമ്മൾ ET എന്താണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. ET എന്താണ്, ടോട്ടൽ എമൗണ്ട് ഓഫ് എൻസൈം പ്രസന്റ് ഇൻ ദ മീഡിയം ആണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് എൻസൈം പ്രസന്റ് ഇൻ ദ മീഡിയം എന്ന് പറയുമ്പോൾ അതിലുള്ള എല്ലാ ആക്റ്റീവ് സൈറ്റും സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആയി കഴിഞ്ഞു. സോ ടോട്ടൽ എൻസൈമിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ പോയ എൻസൈമിനോട് ഈക്വൽ ആണ്. അതായത് ടോട്ടൽ എൻസൈംസ് ഗോട്ട് സാച്ചുറേറ്റഡ് വിത്ത് ദ സബ്സ്ട്രേറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ET ഈസ് ഈക്വൽ ടു ES എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇത് ഇക്വേഷൻ 1ലേക്ക് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെയിരിക്കും, നമ്മുടെ ഇക്വേഷൻ 1 എന്തായിരുന്നു, V0 is equal to K2 into ES എന്നായിരുന്നു അല്ലേ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V0ക്ക് പകരം എന്താണ്, Vmax എന്ന് കിട്ടും അല്ലേ. V0 Vmax ആണെന്ന് പറഞ്ഞു. Vmax is equal to എന്താണ്, ESന് പകരം നമ്മൾ അവിടെ ET ഇട്ട് കൊടുക്കാൻ പോവാണ്, ദാറ്റ് ഇസ് K2 into ET അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ സാധനം ഇപ്പൊ K2 into ET എന്താണ് നമുക്ക് കിട്ടി, ദാറ്റ് ഇസ് Vmax അല്ലേ. അപ്പോൾ നമ്മൾ അത് കൊണ്ടുപോയിട്ട് ഇക്വേഷൻ 3യിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെയിരിക്കും, അപ്പോൾ നമുക്ക് എഴുതാം V0 is equal to അവിടെ K2 ആയിരുന്നു, അതിന് പകരം നമുക്ക് എന്ത് എഴുതാം, Vmax into S divided by വേറൊന്നിനും വ്യത്യാസം വരുത്തിയിട്ടില്ല, Km plus S. Okay, and this is what is known as the Michaelis-Menten equation. ഇതാണ് Michaelis-Menten equation എന്ന് പറയുന്നത്. So ഇതാണ് അത്. Okay, so ഇതാണ് Michaelis-Menten equation. What is that? V0 is equal to Vmax into S divided by Km plus S. So this is known as Michaelis-Menten equation. അപ്പോൾ എന്താണ് ഇക്വേഷൻ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആക്ച്വലി നമ്മളുടെ Km എന്താണെന്ന് നമുക്ക് അറിയാം. To find out Km, consider that the V0 അതായത് വെലോസിറ്റി അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ is equal to ഹാഫ് മാക്സിമൽ വെലോസിറ്റി. നമ്മൾ Vmax എന്താണെന്ന് കണ്ടു. അപ്പോൾ അതിന്റെ ഹാഫ് ആണ് എന്ന് വിചാരിക്കുക. കൺസിഡർ V0 is equal to ഹാഫ് മാക്സിമൽ വെലോസിറ്റി എന്ന് പറഞ്ഞു, അതായത് ഹാഫ് Vmaxോ അല്ലെങ്കിൽ Vmax by 2 എന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. Vmax by 2 എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ഇനി അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും, Michaelis-Menten ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താലോ V0 എന്ന് പറഞ്ഞാൽ ഹാഫ് Vmax ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിലേക്ക് പോവാം. ദാറ്റ് ഇസ് Vmax by 2 is equal to എന്തെന്ന് വരും, Vmax into S divided by Km plus S. ഇങ്ങനെയാണ് വരിക അല്ലേ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് Vmaxും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും, Km plus S is equal to 2 into S. That is Km is equal to S. അപ്പോൾ എന്താണ് Km എന്ന് പറയുന്നത്, Km equal to S at Vmax by 2. Km എന്ന് പറയുന്നത് ഹാഫ് മാക്സിമൽ വെലോസിറ്റിയുടെ സമയത്തുള്ള സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, സോ
Michaelis-Menten constant, that is Km is equal to the substrate concentration present at the half maximal velocity. Vmax എന്താണെന്ന് കണ്ടു. നമുക്ക് നമ്മുടെ ഗ്രാഫിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ Vmax എന്താണെന്ന് നമ്മൾ കണ്ട കാര്യമാണ് അല്ലേ? Vmax എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്ന ആ സമയത്തെയാണ് Vmax എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഹാഫ് മാക്സിമൽ വെലോസിറ്റി. അപ്പോൾ ഹാഫ് മാക്സിമൽ വെലോസിറ്റി ഏകദേശം ഇവിടെയൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഇതിനെയാണ്, ഈ ഒരു റീജിയനെയാണ് ഹാഫ് മാക്സിമൽ വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലേ? ഈ ബ്ലൂ ലൈനിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഹാഫ് Vmax എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ റീജിയൻ ആയിരിക്കും. അപ്പോൾ Km എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ അറ്റ് ഹാഫ് മാക്സിമൽ വെലോസിറ്റി. അതാണ് ഇത്. സോ ദിസ് പോയിന്റ് ഈസ് ദ Km. ഈ ഒരു പോയിന്റിനെയാണ് എന്ത് വിളിക്കുന്നത്? Km. Michaelis-Menten constant. സോ ഇതായിരുന്നു Michaelis-Menten ഇക്വേഷനും Michaelis-Menten കോൺസ്റ്റന്റും. അല്ലെങ്കിൽ അതെന്താണ്? ഇറ്റ് ഇസ് ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ അറ്റ് ഹാഫ് മാക്സിമൽ വെലോസിറ്റി ഓഫ് ദ എൻസൈം. അതിനെയാണ് Km എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഗ്രാഫ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന Km എന്താണെന്ന് ഓർത്തിരിക്കുക. ഈ ഇക്വേഷന്റെ ഡെറിവേഷനും പഠിക്കുക.